ഗൈസ്. ഹായ്. ഇന്നൊരു നല്ലൊരു സായാഹ്നമാണ്, ഞായറാഴ്ച ദിവസമാണ്. അതെ, നല്ല കണ്ടന്റ് ഇല്ലാതെ നമ്മൾ മഴയത്ത് നിന്നപ്പോ നന്ദു ബിയാർ പറഞ്ഞു ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് പോന്നോ, ഞാൻ കണ്ടന്റ് തരാം. കേറിപ്പോ മച്ചാന്മാര് ഞാനൊരു പ്ലാൻ പറഞ്ഞു. നമുക്ക് ഇതുവരെയായിട്ട് നമ്മൾ എവിടെയൊക്കെ ചൂണ്ടിടാം, കുറെ അടുത്ത് പോയിട്ടുണ്ട്. ഇതുവരെയ്ക്കും കിട്ടിയിട്ടില്ല. ഇന്ന് കിട്ടിക്കും. ഇത് നന്ദു ബിയാറിന്റെ ഓൺ ഗ്രൗണ്ട് ആണ്, ഇവിടെ കിട്ടുമെന്നാണ് നന്ദു ബിയാർ പറയുന്നത്. പറഞ്ഞ മീനൊക്കെ ഒന്ന് കേറും. മാത്രമല്ല ഫിഷ് എക്സ്പേർട്ട് ആയ ജിഷ്ണു ഉണ്ട്, നന്ദുവിന്റെ സ്വന്തം അനിയൻ. ഈ തോട്ടിലാണ് നമ്മൾ പിടിക്കാൻ പോകുന്നത്. കൊത്തെങ്കിലും പിടിക്കും. ഇതിൽ ഒരുപാട് മീനുണ്ട്, മറ്റേ ഉണ്ട്, വരാലുണ്ടെന്നാണ് ഇവൻ പറഞ്ഞത്. അടുത്ത് വന്നപ്പോ ഇവൻ മാറ്റി. കുറച്ച് മീനേ ഉള്ളൂ, ചെറിയ മീനേ ഉള്ളൂ. എന്നിട്ട് പറഞ്ഞു ഇവിടെ പിടിക്കാൻ പാടില്ല, അവിടെ പിടിക്കാനേ പാടില്ല. ഇവിടെ അമ്പലം, ഇവിടെ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. തനി സ്വഭാവം, തനി ചുമ്മാ നിങ്ങൾ വരുമോ ഞാൻ വിചാരിച്ചാ. ചുമ്മാ പറഞ്ഞോളൂ, വാ എന്ന് പറഞ്ഞോളൂ. ചുമ്മാ വീട്ടിൽ ഇരിക്കല്ലേ. ഇന്നൊരു മീനെങ്കിലും നീ പിടിച്ചു തന്നിട്ട് നമ്മള് പോകുള്ളൂ. വലിയ മീൻ തന്നെ. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾക്ക് മീൻ പിടിക്കുന്നത്, തോട്ടിൽ എങ്ങനെയാണ് പിടിക്കണതെന്ന് നമ്മൾ കാണിച്ചു തരാം. അതിൽ എക്സ്പീരിയൻസ് എന്തോന്ന് കെട്ടി കാണിച്ചു. ഇയാളെല്ലാം മീൻ പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അയ്യോ, അത് ചുമ്മാ ഞാനിത് ഇവനോട് പണ്ട് കളിച്ചു. ഇന്ന് നമ്മൾ ട്യൂട്ടോറിയൽ കാണിച്ചു തരാം എങ്ങനെയാണ് കെട്ടുന്നത്. എനിക്ക് അറിഞ്ഞൂടാ, നീ നാണം കെടുത്തു. നാണം കെടുത്താൻ തന്നെയാണ് ഉദ്ദേശിച്ചത്. ഇവനറിയാം, എനിക്ക് അറിഞ്ഞൂടാ. നിനക്കറിയാം. അറിയാത്ത നീ എങ്ങനെ തെറ്റിന്ന് പറഞ്ഞു. നിങ്ങൾ രണ്ടൊരു കോമ്പറ്റീഷൻ വെക്കും, ഒരെണ്ണം അവനും കൂടെ ഇത് മോഹനും നന്ദു ബിയാറും കൂടെ ഉള്ള കോമ്പറ്റീഷൻ. പേര് കണ്ട ഇത് പഠിച്ച് യൂട്യൂബിൽ നോക്കി പഠിച്ചു. നമ്മള് കഴിഞ്ഞ എട്ടാൻ പിടിച്ചില്ലേ യൂട്യൂബില്, മറ്റേ പെരുമാത്തറ പോയി ഇട്ട് നാറി ഓർമ്മയുണ്ടോ? കൊഞ്ചിട്ടത് നാറിയതായിട്ടൊന്നും ഓർമ്മയില്ല. കുറച്ച് തീറ്റ കൊടുക്കാൻ പോയി. ചുരുട്ടി എന്താ കോർക്കാൻ പോകും. അവനറിയാം, അറിയാം, കോർക്കാനും അറിയാം അവന്. അങ്ങനെ ഭംഗിയടിച്ച് മീൻ ഇങ്ങോട്ട് വന്ന് ചേർക്കും. സ്രാവിനെ പിടിക്കാൻ കൊണ്ടുവന്ന് ചൂണ്ട. ഇതാണോ ചൂണ്ട? കുറച്ച് വലുത് വാങ്ങിക്കണ്ടേ? എല്ലാം ചെറുത് വാങ്ങിക്കാതെ. ഞാൻ ഉദ്ദേശിച്ചത് ഇതല്ല. ഇവിടെ ഉള്ള മീൻ തന്നെ ഈ സൈസേ ഉള്ളൂ. ഇതിനത്ര ഇല്ല. ഇതിലും ചെറുതുണ്ടോ? നമ്മുടെ ലക്ഷ്യം എന്താണ്? ഒരെണ്ണമെങ്കിലും നമ്മുടെ ചൂണ്ടയ്ക്ക് കയറുമെന്ന് കാണിക്കുക, അത്രേ ഉള്ളൂ. വേറെ ഒന്നുമില്ല അല്ലേ? നന്ദു ബിയാർ പറയുന്നത് ഈ ശാസ്താവട്ട ഏരിയയിൽ 6:30 ആകുമ്പോഴത്തേക്ക് മീനുകളെല്ലാം അകത്ത് കയറി പോകുമെന്നാണ് പറയുന്നത്. പൊതുവെ അവനും കയറുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 6:30 വീട്ടിൽ കയറുന്ന ടീമാണ്. 6:30 വീട്ടിൽ ഇത് മീൻ കയറുമ്പോ അവനും കയറുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശാസ്ത്രോട്ടം പോളിസിയാണ് ഇതൊക്കെ. ഈ നാട് 6:30 ആകുമ്പോൾ സിനിമയിലെ ചട്ടമ്പി നാടിന് ഒരു ഇതുണ്ടെന്നൊക്കെ പറയുന്നത് ശാസ്ത്രത്തിനൊരു പറയത്തില്ലേ ചൂണ്ട സെറ്റ് ആയിരിക്കണം. അതൊരു സ്ട്രൈറ്റ് ആയില്ല. അതങ്ങനെയൊക്കെ വിട്ടോളും. കുത്തിക്കാറല്ലേ? പിന്നെ മീനിനെ തീറ്റ കൊടുക്കാനല്ലേ, വേറെ ഒന്നിനും അല്ലല്ലോ. ഇപ്പൊ നീ നമ്മളിവിടെ എത്തിയപ്പോഴാണ് നീ തീറ്റ കൊടുക്കാനും അങ്ങനെയൊക്കെ മാറ്റില്ല. നിന്റെ സ്ഥിരം പരിപാടി അടുത്ത ചൂണ്ട എടുക്കും. ഫുൾ മന്തി വാങ്ങി തരേണ്ടി വരും. ഇന്നൊരു മീൻ കിട്ടിയില്ലെങ്കിൽ നീ ഫുൾ മന്തി എന്തായാലും ഞാൻ കഴിച്ചോ. അത് ഞാൻ കഴിക്കാൻ ഇങ്ങനെയും കെട്ടാ. ഇതും കൊണ്ടാണ് വെള്ളത്തിൽ ചാടും. കൈ കൊണ്ടിട്ടേക്കാ. ഇങ്ങനെയോ സെറ്റായ സാധനം അതെങ്ങനെ ഇളക്കും അവിടെ നിന്ന്? നമുക്ക് വീണ്ടും കത്തിച്ചാ പോരെ. കത്തിക്കുമ്പോ അടുത്ത ടിപ്പാണ്, എത്ര കെട്ടിയിട്ടും കിട്ടുകയെന്നില്ല. ഈ സ്ട്രോ ഇതിന്റെ കൂടെ കിട്ടും കൈസ്. അതിനെ ഒരല്പം മുകളിൽ വെച്ചിട്ട് നമ്മൾ കെട്ടണം. ഇതിന്റെ മുകളിൽ ഇതെന്ന് വെച്ചാൽ ഇത് മൊത്തത്തിൽ മുങ്ങി പോകാതിരിക്കാനാണ്. 20 സെന്റിമീറ്റർ 30 സെന്റിമീറ്റർ വരെ പോവാം. പക്ഷെ ഇവിടത്തെ ഒരു ഹൈറ്റ് വെച്ചിട്ട് 10 മതി, കാരണം വലിയ ആഴമില്ല. ഒരു ചെറിയ കെട്ടിട്ടിട്ട് ഇതിങ്ങനെ മുകളിൽ കിടക്കും, മനസ്സിലായോ? ബാക്കി എന്നിട്ട് മൊത്തത്തിൽ താഴെ പോകൂല. അങ്ങനെ കെട്ടും. ടിപ്പ് എല്ലാവരും നോക്കി വെച്ചേക്കും. പിന്നെ വേറെ എന്തൊക്കെയോ അതിന്റെ കൂടെ കിട്ടി, അതെന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ സാധനം എന്തിനാണ് അത് അറിയാന്നുള്ള കമന്റ് ചെയ്യുക. ചിലപ്പോ ഇതൊന്നും കങ്കൂസ് മുറിക്കാനായിരിക്കും. ഓ അപ്പൊ നല്ല വിലക്ക് വെറുത്താണല്ലേ? കുറെ സാധനം കിട്ടി. 10 രൂപയാണോ അല്ല, ഇത്ര സാധനം കിട്ടിയില്ലേ? എടാ, ആ സ്ട്രോ എനിക്ക് കിട്ടിയില്ല. അല്ല, സ്ട്രോയ്ക്ക് പകരം നന്ദുവിന്റെ വേറെ ടിപ്പുണ്ട്. നന്ദു വെച്ച് സെറ്റ് ചെയ്ത് തരും. ഒരു ഫുൾ കുപ്പിയാണ് നന്ദു കെട്ടിയിടാൻ പോകുന്നത്, മുങ്ങി പോകാതിരിക്കാൻ. അത് വേറെ ഒന്നും കൊണ്ടല്ല. ചിലപ്പോ അതിൽ മീൻ അങ്ങ് പോവാൻ ചാൻസ് ഇല്ല. കുപ്പി എടുത്ത് ഇട്ട് കൊടുത്താലോ. ചിന്തിക്കടാ, എന്താ ചെയ്താ ഡയലോഗ് അടിക്കാതെ. അതായത് കയ്യില് മീൻ പിടിച്ച് വലിക്കുകയാണെങ്കിൽ മറ്റേ തിരിച്ച് വലിക്കുക. കുപ്പിക്കകത്ത് മീൻ കയറോ? ഇല്ല, കുപ്പി എടുത്തിടാം. വലിയ ഷാർക്ക് ഒന്നും പിടിക്കാൻ നമ്മൾ പറയുന്നത്. ഇവ ഇവിടെ പറഞ്ഞ് ഇവിടെ റോട്ടിൽ ഒരുപാട് മീനുണ്ടെന്ന് ഇവൻ പറഞ്ഞായിരുന്നു. ഇപ്പൊ അവന്റെ കോൺഫിഡൻസ് പോയി ഇല്ല, അങ്ങനെയൊക്കെയാണ് ഇപ്പൊ പറയണത്. 6:30 അടുത്ത് വരുമ്പോ അവന്റെ കോൺഫിഡൻസ് പോകുന്നുണ്ട്. ഒന്നുകൂടെ പറയടാ. ഇപ്പൊ ഇതിൽ പറയടാ, വീഡിയോ ഓൺ ആക്കിയപ്പോ പറയടാ. നിങ്ങൾ വരുന്ന സമയത്താണ് മീനിനെ കാണാതെ. ഓഹോ, അല്ലെങ്കിൽ ഇവിടെ മീൻ ഇവിടെ ഷാർക്ക് പിടിച്ചോണ്ട് ചന്തയിലെ വിൽപ്പനയായിരുന്നു. നമ്മളിവിടെ നിന്ന് മീൻ പിടിക്കണ കാണുമ്പോ എല്ലാരും നടന്നു പോണവര് ഭയങ്കര മറ്റേ ആദ്യമായിട്ട് ഇത് എന്താ സംഭവം ഇവിടെ ഇവരെന്താ ഇത് കാണിക്കണേ?
ഇത് വെറും കണ്ടന്റ്. യവനെയും കൂടെ കണ്ടപ്പോ അവർക്ക് മനസ്സിലായി കിട്ടത്തേ ഇല്ല. എടാ ഞാനേ ഞാൻ ഇവനും കൂടെ ഞണ്ടിനെ പിടിച്ചിട്ടുണ്ട് ഇവിടെ. കട്ട് ചെയ്തപ്പോഴേ ചെറുതായിട്ട് ഇതും കൂടെ കട്ടായി പോയടാ. ഏത് വള്ളി കെട്ടായോ? വള്ളി കട്ടായി പോയി. നീ വെച്ച് കെട്ടിഞ്ഞിപ്പം അല്ല നീ ഇറങ്ങിയിട്ട് ഇത് ഇട്, വെള്ളത്തിൽ ഇറങ്ങിയിട്ട് ഇട്ടാ നോക്കട്ടെ. നിനക്ക് എന്തിന്റെ കേരള എന്തിനാ ഇത് മറ്റേ എന്തിനാണ് ഏരിയ അല്ലേ? കോഴിയുടെ കുടലാണ് ഗൈസ്. കുടലാണ്. പക്ഷെ വലിയ ചൂണ്ടായോണ്ട് പിന്നെ ഇതിലോട്ട് കൊണ്ടാണ് ഞാൻ എന്റെ ഇട്ടിട്ട് കൊണ്ടുവരുകയാണ്. നീ എന്തിരിത് നന്ദുക്കുട്ട എനിക്ക് കൂടെ ഒന്ന് കൊരുത്ത് ഇല്ല ഇല്ല എല്ലാ ദിവസവും ഇല്ല. എല്ലാ ദിവസവും ഞാൻ തന്നെ പിടിച്ചു തരണം. എല്ലാ ദിവസവും. ആ അതെ അതെ, അവരോരോ ചൂണ്ടയിൽ അവരോര് കൊരുക്കുക. അതാണ് ഇവിടുത്തെ നിയമം. എടാ തുമ്പിയെ പിടിച്ച് അതിൽ കൊരുത്തിടാൻ പോകണ്ട. തുമ്പി പിടിച്ചല്ല ഇതിന് ചോദിച്ചിട്ട് തുമ്പി പിടിക്കാൻ പറ്റുമോ? എന്റേത് പോയി. എടാ, ഞാൻ ഒന്നും ചെയ്തില്ലടാ ഇതിന്. പറത്തി വിട് പറത്തി വിട്. അതല്ല നിന്നെ ഏറെ പുറത്ത് വിടണോ? ഇതാണ് എനിക്കൊരു ഇഷ്ടമില്ലാത്ത സാധനം. എടാ ഞാൻ എടുത്തോളാം. എങ്ങനെയുണ്ടാ കൊരുത്തുള്ള? എടാ അത് ചെറുത്, അത് വലുത്. നല്ലതാണ്, ഇത് പോട്ടിയാണ്. ഇതാ ഒരു പീസ്. ഇതൊക്കെ മൊത്തം കഴിച്ചുകൊണ്ട് പോകും തോന്നുന്നു. ഇതൊക്കെ ഇന്ന് ഇവിടുത്തെ ഫിഷൊക്കെ എല്ലാം നല്ല ഫുഡാണ്. എങ്ങനെയാടാ കൊരുത്തത്? ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ കോരി കൊത്തി. ഇത് അഥവാ മീൻ കിട്ടിയില്ലെങ്കിൽ എടാ കട്ട് ചെയ്തോളൂടാ, പകുതി മതി ഇതിന്റെ. പകുതിയും വേണ്ട, കാൽ ഭാഗം മതി. നമുക്ക് എന്തായാലും ഇത് ഇട്ടാലോ അപ്പം. എവിടെ ഇടാ? ഇവിടെ ഇടാടാ. എവിടെ വേണോ ഇടാ? അപ്പൊ ഇവിടെ വിനു ആ ലൊക്കേഷൻ പിടിച്ചു. അത് ഇങ്ങനെ ഇരിക്കുക. നടു ക്രാക്ക് ചെയ്യണ ശബ്ദം ഇവിടെ ഞാൻ ഈ സ്പോട്ട് ഇടുകയാണ്. ഓക്കെ ഗൈസ്, അടിക്കോ. ഇവിടെ ഒന്ന് കുത്തി. ഇവിടെ പിടിക്കുമ്പോ പതുക്കെ പിടിക്കണേ. അത് മാനത്തണ്ണിയാ. മീൻ കിട്ടി. അയ്യോ പോയടാ, മീൻ കിട്ടിയടാ. ഇവിടെ കിട്ടും. നന്ദു ബിയർ പറഞ്ഞ ചുമ്മാ അല്ല. അതിന് ട്രാപ്പാണെന്ന് മനസ്സിലായി. നല്ല ടേസ്റ്റ് ഉള്ള ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കണം. പോയി കൊത്തി എടുത്തോണ്ട് പോയി. കൊണ്ടുപോയാ കൊത്തി പോയി. ചെറിയ മീനായാലും അതിന്റെ ഒരു ഇത് കണ്ട ശൗര്യം. ഗായ്സ് ഇത് തിന്നോണ്ട് പോകുന്നു. ഇതുണ്ട്. യു കുരുങ്ങിപ്പോയി. ഇങ്ങോട്ട് ഇട്ടോ. വാ വാ വാ, കേറ് കേറ്. ട്രാപ്പാണ്, വാ കേറുക. കിട്ടിയില്ല. എടാ ഇത് ക്ഷമ വേണോടാ, ഒരുപാട് ടൈം എടുക്കും. മീനിന് നല്ല ക്ഷമയുണ്ട്, പയ്യെ തന്നെ അത് കഴിക്കണം. ഞാൻ പറയണത് ഇതിന്റെ അകത്ത് ഇറങ്ങുക, എന്നിട്ട് മറ്റേ തോർത്ത് വെച്ച് പിടിക്കുക. താല്പര്യമില്ല? അപ്പൊ നിങ്ങൾ ഇറങ്ങ. ഞാൻ ഇറങ്ങണോ? നിനക്ക് നമ്മൾ നിക്കറ്, നീ പ്രിപ്പയർഡ് ആണ്. ഇത് വളവള് നീ അതിന് വേണ്ടി വിധിക്കപ്പെട്ട. വളവിളാന്ന് ഇരിക്കണേ. അപ്പൊ നിന്റെ കാലം പൊക്കി വെച്ചാ ഇറങ്ങാന്നേ ഉള്ളൂ. അതത്ര വിധിയല്ല. വെള്ളം മൂക്കിൽ പോവായിരുന്നാ മതി. ഗൈസ് പ്ലാൻ ബി ആയിട്ട് നന്ദു ബിയാർ നമുക്കിന്ന് മന്തി വാങ്ങിച്ചു. അതെ തന്നെ, നമ്മളിപ്പോ ഇനി അടുത്തത് ഫുഡ് വ്ലോഗ് ആയിട്ട് ഇത് ഈ വ്ലോഗ് നമ്മൾ കൺവേർട്ട് ചെയ്യാണ്. നന്ദു ബിയർ എന്തെങ്കിലും മാറ്റി തരും, അത് നമ്മൾ കഴിച്ചിട്ട് ഫുഡ് വ്ലോഗ്. അതും കൊത്തിക്കൊണ്ട് പോയടാ, അതോ കൊണ്ടുപോകണ ഫുഡ്. കൊത്തിയല്ല, അത് ഊരി എടുത്തോണ്ട് പോടാ. നീ ഇറങ്ങണം, ഇതിലോട്ട് ഇറങ്ങി. തോർത്തുണ്ടോ ഇങ്ങനെയെങ്കിലും പിടിക്കാൻ നോക്കാം. അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? അത് തിന്നണില്ല. വിനിച്ചേട്ടൻ തോൽവി സമ്മതിച്ചിരിക്കുന്നു. അല്ല വിനു ഇറങ്ങി പിടിക്കാൻ പോവല്ലേ. വല്ല ഇതുണ്ടോ? തോർത്തുണ്ടോ? നന്ദു തോർത്തെടുത്തോണ്ട് വരാടാ, ഇനി ഇറങ്ങി പിടിക്കാം. ഒരു തോർത്ത് പോയി, നീ കുളിച്ചിട്ട് വരാന്ന് പറ. കുളിക്കാൻ ഒരു തോർത്ത് വേണമെന്ന് പറയാം. മീനില്ല, അതുകൊണ്ട് ഇനി കുളിക്കാൻ ഒരു വേസ്റ്റ് കയ്യിൽ വെച്ചോ. കയ്യിൽ വരുമെന്ന് നോക്കാമല്ലോ. വിനിച്ചേട്ടന് വേസ്റ്റ് കൊടുക്കുന്നു. പുതിയ ടെക്നിക് ഇങ്ങനെയെല്ലാം വെച്ചാൽ അനങ്ങാതെ വെക്കണം കേട്ടോ. ഞാൻ കുറച്ച് ഇങ്ങനെ കുറേ തന്നെ എനിക്ക് ഇരിക്കാൻ പറ്റില്ല, കോച്ച് പിടിക്കേ. ഇതൊക്കെ പോണ്. ഒന്നും ചെയ്യാനില്ലല്ലോ. ഒന്നും പറഞ്ഞില്ലടാ. അല്ല നീ വരൂല. നീ പോട്ടി നനയ്ക്കാറ. എടാ ഭായിമാർ ഇത് നിന്റെ സ്കില്ല് കണ്ട് നോക്കിയിരിക്കാണ്. അവര് വിചാരിക്കണം എന്തോ പുതിയൊരു ട്രിക്ക് ആണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. നീ അങ്ങനെ അങ്ങ് താഴെയാണ് നല്ലത്. ആരെങ്കിലും ഒരു മീൻ വാങ്ങിച്ചിട്ടോ? ഫുഡ് തീർന്നു കേട്ടാ. ഞാൻ അറിയാം, ഞാൻ ചുമ്മാ അവര് കഴിച്ചോണ്ടിരിക്കില്ല അവിടെ. തീർത്തല്ലേ ടീമായിട്ട് കഴിച്ചോണ്ടിരിക്കും. വിനിച്ചേട്ടന്റെ ഐഡിയ പാളി ഗൈസ്. അതൊന്നും വരണപോലും ഇല്ലടാ. ഇല്ല, നീ എണീക്കല്ലേ, ഭായിമാരെല്ലാം വെയിറ്റിംഗ് ആണ്. അങ്ങനെയായിരുന്നു. കണ്ണടച്ചോടാ. പുതിയ ട്രിക്ക്, പുതിയ ട്രിക്ക്. അല്ല ഇത് ബാത്റൂം. നിന്നെ രക്ഷിക്കാൻ പറഞ്ഞാണ്. ചേട്ടന്മാരെ പുതിയ ടെക്നിക്ക്. അവരിനി നാളെ ഇതേപോലെ ഇരുന്ന് പിടിക്കും. എടാ പാമ്പ് വിനു അങ്ങോട്ട് പാമ്പ് വരണേ പിടിച്ചോളാം. എടാ പാമ്പിനെ പിടിക്കും. വിനു നീ സ്റ്റാർ ആവും. നീർക്കോലി കടിച്ച അത്താഴം മുടങ്ങാം. എടാ നീർക്കോലി ഇതാണ്ട് ഇവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ഇവിടെ ഉണ്ട് കേട്ടോ. വിനിച്ചേട്ടൻ പയ്യെ കയറിക്കും.
എടാ നിന്റെ അടുത്തോട്ട് വരെയാണ് നീർക്കോലി. എവിടെ ഞാൻ കണ്ടില്ല. വിനു അവിടെ ഇരിക്കണ സൂക്ഷിച്ചാണ് അല്ല അത് അനങ്ങാതിരി അങ്ങ് പോടെ സ്ട്രാറ്റജിയാണ്. അത് കരടിയുടെ മുമ്പിലാണ്. അതിനെ പിടിക്ക്, കൈ കൊണ്ട് പിടി. പോടാ പുല്ലേ. അക്കാര്യത്തിൽ ഞാൻ സമ്മതിച്ചു. ഭായിമാര് പോണവരവിടെ ഇരുന്നു. വാടാ എണീക്ക്. എന്റെ ആർത്തറൈറ്റിസ് പോലും ഞാൻ മറന്നുണ്ട്. ഇനി എന്തെങ്കിലും ടെക്നിക്ക് ഉണ്ടോ? എടാ ഇവ എന്തോ നമുക്ക് തോർത്തിട്ട് പിടിക്കണോ? തോർത്തിട്ട് പിടിച്ചാലാന്ന് തോർത്ത് വാങ്ങിച്ചോണ്ടോടാ പേടി ചോദിച്ചു കേൾക്കടാ. എടാ നന്ദു ഇവിടെ മഴ നനഞ്ഞ് കുളിച്ചിരിക്കാണ് തോത്താൻ. നന്ദു ചേട്ടനെ ദാസൻ ചേട്ടൻ കുളത്തിൽ തള്ളിയിട്ടെന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ പറയാം. അങ്ങനെ പറയണം. നന്ദുപിയാർ മറ്റേ നരസിംഹം പോലെ ഇപ്പൊ പൊങ്ങി വരാൻ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. തോർത്തിട്ട് ഗൈസ് വിനു ചേട്ടന് തോർത്ത് കിട്ടിയിരിക്കുകയാണ്. വിനു തോർത്ത് കൊണ്ട് പിടിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഉടുക്കാൻ പോണ? നമുക്ക് നേരിട്ട് തന്നെ കാണാം, കണ്ടറിയാം. നീ എന്ത് ട്രാപ്പാണ് ഉടുത്തിട്ട് ഇറക്കി കാണാൻ പോണം? എടാ നീ കുഞ്ഞാതല്ല ഇങ്ങനെ പിടിച്ചെന്തോ ഇങ്ങനെ കോരി രണ്ടുപേരും ഒരുമിച്ചാണ് എടുക്കുന്നത്. രണ്ടുപേരും ഒരുമിച്ച് എടുക്കണം. അപ്പൊ ഒരാളും കൂടെ ഇറങ്ങി. നന്ദുപിയാർ അല്ല മറ്റേ വിനു എന്നെ ചെയ്യും കുനു എന്നെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് കാര്യം. എടാ ഒന്ന് ഇറങ്ങി ഇവനെ ഒന്ന് തോർത്ത് പിടിച്ചു കൊടുത്ത്. ഊരിക്കോ. അല്ല ഈ മാനത്തെണ്ണെ പിടിച്ചിട്ട് എന്താണ് പ്ലാൻ? മിനിയേച്ചർ കുക്കിംഗ്. എന്നിട്ട് പിന്നെ കാണിക്കുന്നത് വലിയൊരു മറ്റേ ഇതില് നമ്മൾ കുക്ക് ചെയ്യുന്നു. ഒരു മാനത്ത് എണ്ണിട്ട് എനിക്ക് തോന്നുന്നു ഇതിന്റെ ചെറിയ വായ ആയതുകൊണ്ട് ഇതെല്ലാം ഇങ്ങനെ കൊത്തിയിട്ട് അങ്ങ് പോകും. അല്ലാണ്ട് ഇത് മൊത്തത്തിൽ കടിക്കത്തൊന്നുമില്ല. ഗായ്സ്, അപ്പോ നമ്മുടെ തീരാ പ്രയത്നം കാരണം മഴ പെയ്യുന്നു. അതെ, നിർത്തിപ്പോ എന്നാണ് പറയുന്നത്. പ്രകൃതി തന്നെ പറയുന്നു. അതുകൊണ്ട് അവിടെ നോക്ക് പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കിട്ടിയാടാ? നമ്മള് ഉദ്ദേശം എന്ന് പറഞ്ഞപ്പോ നന്ദു പറഞ്ഞതുപോലെ നമ്മളിവിടെ വച്ചിട്ട് രാത്രി വന്ന് നോക്കാന്നാണ് നന്ദുപിയാർ പറഞ്ഞത്. എത്ര കിലോ വെക്കേണ്ടി വരും? എത്ര കിലോ വെക്കേണ്ടി വരും? എത്ര കിലോ വെക്കേണ്ടി വരും? അല്ല എത്ര വെക്കേണ്ടി വരും ഇത് രാത്രി വെക്കാൻ? കുറച്ച് തിന്നണമല്ലോ അവർക്ക്. ഒരു 5 ചൂണ്ട വയ്ക്കാം. 5 മീൻ മതിയാവുമല്ലോ. 1 2 3 5. 5 മതി. അവര് 2 വേണ്ടി വരും. അവന് മീൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഒരു 2 എക്സ്ട്രാ കൂടെ വയ്ക്കാം. എനിക്ക് വലുതായിട്ട് ഞാൻ കഴിക്കില്ല. വലിയ മീനാണെങ്കിൽ നീ കുറച്ചെടുത്തു. ചിലപ്പോ ശ്രീകാന്ത് ചിലപ്പോ പിടിച്ചേനെ അല്ലേ? ചിലപ്പം വാശി കയറുവാന്. ചിലപ്പോ അടിച്ചേനെ. അടിച്ചേനെ. ചൂണ്ട നന്ദുവിന്റെ വായിലിട്ട് നന്ദുവിനെ ഇറക്കിയാണ്. അതാണ് അത്ര ദേഷ്യമാണ്. മീനോട് പ്രാർത്ഥിക്കണം. അത് പോയി പോയല്ലേ? ഓ സോറി, എന്റെ ഹുക്കിനോട് വന്നു. ഞാൻ അതെല്ലാം കഴിച്ചോട്ടെ. ഇഷ്ടം തന്നെടാ. ഇഷ്ടം തന്നെ. അതുകൊണ്ടല്ല ആവശ്യം കഴിക്കണം. കഴിച്ചോണ്ട് പോകണുണ്ടോ? പക്ഷെ അത് പിടിക്കൂല കേട്ടോ. അപ്പൊ തോർത്ത് ആയിട്ട് വിനു ഇറങ്ങിയാണ്. ജിഷ്ണു ഉണ്ട്. ജിഷ്ണു എന്തായാലും പാരമ്പര്യം വെച്ചിട്ട് അവൻ പിടിക്കും. കാരണം നന്ദുവിന്റെ അനിയനാ. അത് വെള്ളം കലക്കിയാ കാണാൻ പറ്റൂല കേട്ടാ. നീ അവിടെ കലക്കാതെ മീൻ പിടിക്കാന്ന് കഴിച്ചിട്ട് അത് പഴഞ്ചൊല്ലി മാത്രമേ വർക്കൗട്ട് ആവൂ. വെള്ളം കലക്കി പാമ്പിന്റെ കടി കൊള്ളല്. വിരിച്ചിട്ടോ? എനിക്ക് വലിയ പ്രതീക്ഷ. കലങ്ങളുണ്ട് ഇപ്പൊ. നന്ദു മോഹൻ ഇറങ്ങാം. നന്ദു മോഹൻ ചാടാൻ പോണ. നീ ഇങ്ങനെ ഡൈവ്. നന്ദുവിന് ആവേശം കയറി. കൈ തരൂ വിഷ്ണു. ഇന്ന് മീൻ പിടിച്ചിട്ടേ വരാവുള്ളൂ. അല്ലാതെ തിരിച്ച് കേരള നടക്കേടാ. കഴിവടാ തോർത്ത്. സോപ്പ് വേണോ? സോപ്പ് വേണോ? അവിടെ നിന്ന് എടുപ്പിക്കാം. അരുണേ നിന്റെ ഐഡിയ മറ്റേ സാധനം ഇടറാ. അതാ അവന്റെ കൈ കൊടുത്ത്. നീ തിന്നാ അത് പൊട്ടി. ഞാൻ വിനുവിന്റെ കൈ കൊടുത്ത്. വിനു അങ്ങ് പോടാ ഇവിടത്തെ എല്ലാം. എടാ ഇതിപ്പോ കലങ്ങിയില്ലേടാ? ഇനി കലങ്ങ അടിഞ്ഞ് ഇങ്ങനെ എടാ ഈ ലെവലില്. എടാ പോട്ടി ടാർഗറ്റ് ചെയ്ത് എറിയാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം ചെയ്ത് ഇതിൽ കൊളുത്തിട്ട് പോട്ടി അവിടെ ഇട്ട് അനക്കാം. അങ്ങനെയാണ് വരൂല്ലോ. ഈ സൈഡിൽ നിങ്ങോട്ട് ഇട്ടാ മതി. ട്രാപ്പ് സെറ്റ് പോട്ടി ഇടാമേ. നേരത്തെ ഒരെണ്ണം വന്നായിരുന്നടാ. കേറിക്കോളൂ. ക്രെയിനിൽ കെട്ടി ഇറക്കുന്നുണ്ട്. ഇറക്കട്ടെ. നിന്റെ ചെവിയിലൊന്നും കേട്ടില്ലേ? എടാ അത് ഞാൻ ഇട്ടടാ അനക്കാൻ വേണ്ടിയാണ്. നീ ഇടണ്ട, മനസ്സിലായ? അതിലിട്ട് ഒരു മൂവ്മെന്റ് കൊടുക്കണം. ഹെവി ബുദ്ധിയാണ് ചില. ഓ കലങ്ങി. പക്ഷെ ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. എനിക്കും കാണാൻ പറ്റണ്ട. എടാ എനിക്ക് തിന്നാല്ലടാ പോട്ടി തരണ്ട. നീ ഇറങ്ങിയപ്പോ എന്തോ സംഭവിക്കുമെന്ന് നമ്മൾ വിചാരിച്ചു. സംഭവിച്ചില്ലേ? ഞാനിവിടെ ക്ലാസ് ആയിരിക്കുന്നുണ്ടല്ലേ. കുറച്ചുകൂടെ ഞാൻ താത്ത തന്നെ വയ്ക്കുന്നു. ഇവൻ ഇടയ്ക്കിടയ്ക്ക് ഡിസ്ട്രാക്ഷൻ വന്ന് വേറെ മീനെ ഇപ്പൊ അവർക്കൊരു അണ്ടർ പാസ് നീ ക്രിയേറ്റ് ചെയ്ത് കൊടുത്താ അടി കൂടെ എന്റെ തല വെള്ളത്തിൽ തലവുത്തരം മറിയും കേട്ടോ. ഇനി കുനിഞ്ഞ ചുമ്മാ എടാ നമ്മൾ ഇതിനൊക്കെ പ്രിപ്പയർഡ് ആയിരിക്കണം.
ഓ നടന്നു വന്നു തുടങ്ങിയിട്ടുണ്ട്. നീ ഇവിടെ ഒന്ന് എനിക്ക് തോന്നുന്നില്ല നീ ഇത് ആദ്യമായിട്ട് കാണുന്നത് ചാടി മുക്കിയത് അങ്ങനെ വിളിച്ചത് ഇതിനാണ് എന്തോ. ഗൈസ് നമ്മൾ തോൽവി സമ്മതിച്ചിരിക്കുകയാണ്. നന്ദു ബിയാറിനെ കൊണ്ട് പറ്റില്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. അത് അങ്ങനെയൊന്നും അല്ല ഗൈസ്, ഇത് അങ്ങനെയൊന്നും നന്ദു ബിയാർ വെറും തള്ളിസ്റ്റ് ആണെന്ന് വീണ്ടും വീണ്ടും സംഭവം എന്ന് വെച്ചാൽ നമ്മള് കോഴിക്കുടലിട്ടു, പക്ഷെ ഇടേണ്ടത് അവിടുത്തെ ചേട്ടൻ പറഞ്ഞു എന്ത് പറഞ്ഞു നമുക്ക് എന്താണ് ചേട്ടൻ വന്നു അത് സ്ഥിരമായിട്ട് മീൻ പിടിക്കുന്ന മൈദ മാവോ ഇരയോ ഇട്ടാലേ കിട്ടുവളെന്ന് പറഞ്ഞു. വർഷങ്ങളായി ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നന്ദു ബിയാറിന് ഇതൊന്നും അറിയില്ല. അല്ല ആ ചേട്ടൻ തന്നെ ചോദിച്ചു സ്ഥിരം സ്ഥിരം കാണുന്നില്ലേ? അവനെ ഒരു പരിഗണിച്ചിട്ടില്ല. കോഴിക്കുടലിട്ട് നോക്കാന്ന്. ഓ അഡ്വാൻസ്ഡ് ആയിട്ട് കോഴിക്കോട്. നീ എന്തായാലും ഇനി അടുത്ത നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്യും. ഇതൊന്നും ഇല്ല. അടുത്ത നീ മന്തി വാങ്ങിച്ചു തരണം, നമ്മൾ ഫുഡ് ബ്ലോഗ് ചെയ്യണം. നന്ദു റെഡിയാവും. ഇത് ഞാൻ കണ്ടിന്യൂ ചെയ്ത് പിടിച്ച് കാണിച്ചു തരും. ദാസനാണ് സത്യം. മീനെ കൊണ്ട് വിടുവാടാ. ഇനി പിടിച്ച് കാണിച്ചു തരണ്ട. ആൾക്കാർ തന്നെ വെറുത്ത് കാണും, സബ്സ്ക്രൈബേഴ്സ് തന്നെ വെറുത്ത് കാണും. ഇത് തോൽവി നന്ദുവിന്റെ അതിബുദ്ധി കാരണം മിക്കവാറും മറ്റേ ചൂരയായിട്ട് നിൽക്കും. മീൻ എടുത്തിട്ട് ഈ ദാസന്റെ തലയാണ് സത്യം. ഞാൻ മീൻ പിടിച്ചിരിക്കും. ഫെയിലിയർ ആണ്. മുഖം നോക്കടാ, മുഖം നോക്കടാ. ഓ തകർന്ന്. ശ്രീകാന്തിന്റെ മുഖത്ത് എങ്ങനെ നോക്കും? നന്ദു ബിയർ തേച്ചു ഗൈസ്, തേച്ചു ചതിച്ചു. മന്തി വാങ്ങി തരാന്ന് പറഞ്ഞിട്ട് അവൻ ചതിച്ചു, മുങ്ങി. എല്ലാം കൂടെ സ്വരി കൂട്ടി പൈസ എടുത്ത് രാത്രി നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, രാത്രി കഞ്ഞി പിടിക്കേണ്ട ഗതികേട്. ഇമോഷണൽ. അപ്പൊ ഈ ഒരു അവസ്ഥ നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പൊ എല്ലാരും പോയി നന്ദു ബിയാറിനെ പോയി പള്ളു വിളിക്കുക. എന്റെ പാന്റും നനഞ്ഞ് എന്റെ കയ്യിൽ ഇവിടെ ഉണ്ട്. പോയി നമ്മുടെ മൈക്ക് വെള്ളത്തിൽ വീണ് മൊത്തം നഷ്ടമായിരുന്നു. അപ്പൊ നിങ്ങൾക്കൊരു കഞ്ഞി കുടിക്കാൻ എല്ലാവർക്കും ഒരുപാട് പേർക്ക് കൊതിയാണ്. അതും കൂടെ നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. പെട്ടെന്ന് കയറിയാൽ നമുക്ക് കഞ്ഞിയെങ്കിലും കിട്ടും. കണ്ടോ ഗൈസ്, കണ്ട പയറും നല്ല ചമ്മന്തിയും നല്ല ഇതും പിന്നെ ചുട്ട പപ്പടം. ഇത് പറയുന്നുണ്ട് കൊറേ ചുട്ട പപ്പടം കഴിച്ചിട്ട്. അവിടെ മറ്റേ എണ്ണയിൽ പൊരിക്കുന്ന പപ്പടം. അല്ല ഈ ഹോട്ടലുകാർ ഇത് കാണുന്നുണ്ടെങ്കിൽ ആക്ച്വലി നിങ്ങളിത് ഇവിടുന്ന് പറയാന്നേ ഉള്ളൂ. വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇവനൊന്നും കൊടുക്കരുത്. നിങ്ങളൊരു ഹേറ്റർ. ഇവിടെയാണ് വരണമെന്ന് പറഞ്ഞപ്പോ ഇവൻ പറഞ്ഞു വേണ്ട വരരുത്. ഞാൻ പറഞ്ഞില്ല, ഞാൻ വരണ്ടെന്ന് പറഞ്ഞ കാര്യം ഫസ്റ്റ് ഡിസ്കഷൻ ടോപ്പിക് എടുത്തിട്ടപ്പോ കരഞ്ഞു മെഴുകിയത് ഇവനാണ്. അവനാണ് തിന്നുന്നത്. ഒരിക്കലും എല്ലാവരും സത്യം പറയണം. ഏറ്റവും കൂടുതൽ നെഗറ്റീവ് അടിച്ചത് നീ അല്ലേടാ. എനിക്ക് ചമ്മന്തി ഇല്ല, പിന്നെ നെഗറ്റീവ് അടിക്കണ്ടേ? അത് നീ എടുത്ത് കഴിച്ചോ? ഞാൻ കഴിച്ചിരുന്നില്ല. പോടെ അപ്പൊ ചോദിക്കണം ചമ്മന്തി ഇല്ല. നീ ഹീറ്റ് ചാമ്പ്യൻ അറിയാമോ? നന്ദു ബിയാർ കാണുന്നുണ്ടെങ്കിൽ അതെ, നന്ദു ബിയാറിന് വേണ്ടി ഈ കഞ്ഞി ഡെഡിക്കേറ്റ് ചെയ്യും. ഓരോ കഞ്ഞി നന്ദുവിന്റെ മുഖത്തേക്കുള്ള പ്രതിഷേധം. അപ്പോൾ കഴിച്ച് ഇത് എങ്ങനെയാണ് കഴിക്കണമെന്ന് ഞാൻ നിങ്ങൾക്ക് ട്യൂട്ടോറിയൽ തരാം. ഫസ്റ്റ് ഈ പയർ ഇങ്ങനെ എടുക്കുക, കുറച്ച് ഇങ്ങനെ വയ്ക്കുക, പിന്നെ കുറച്ച് ചമ്മന്തി വയ്ക്കുക, കുറച്ച് ഇത് വയ്ക്കുക, എന്നിട്ട് ഇങ്ങനെ ആയിരുന്നു ഇങ്ങനെ ആക്കുക. അടിപൊളിയായിരിക്കും. എന്നിട്ട് അതിൻ്റെ കൂടെ പയർ അടിപൊളി സൂപ്പർ. നീങ്ങ പറഞ്ഞ പോലെ ആയിരുന്നു നല്ല കഴിച്ചു. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. വെറും ഹേറ്റ് ക്യാമ്പ്. എടാ എന്റെ മനഃപൂർവ്വം ഞാൻ പറയുന്നില്ല. അങ്ങനെയല്ല പറഞ്ഞത്. ഗൈസ് അങ്ങനെ നല്ല ചൂട് കഞ്ഞി കുടിച്ചല്ലടാ. നല്ല സൂപ്പറായിരുന്നു. സ്വാദിഷ്ടമായ കഞ്ഞിയായിരുന്നു. എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നു. ശ്രീ ഗുരുവായൂരപ്പൻ. പിന്നെ നന്ദു തേച്ചങ്ങനെ കുഴപ്പമില്ല, നല്ല കഞ്ഞി കുടിച്ചു. നല്ല കഞ്ഞി കുടിച്ച് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് കഞ്ഞി കുടിച്ചതിൽ. പിന്നെ ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഒരു മിനി ചെറിയ വ്ളോഗാണ്. ഇതൊരു ചെറിയ വ്ളോഗാണ്. നമ്മുടെ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. ഫിഷിംഗ് ആഗ്രഹം, പക്ഷേ മീൻ കിട്ടാത്തതുകൊണ്ട് പ്ലാൻ വലുതായിരുന്നു. മീൻ വെച്ചിട്ട് നമ്മൾ പൊരിക്കുക അതൊക്കെ ആയിരുന്നു. പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് മഴയൊക്കെ കാരണം പാളിപ്പോയി. എന്തായാലും നമ്മള് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത എപ്പിസോഡിൽ വരും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഹൈപ്പ് കൂടെ ചെയ്തേക്കും. നമുക്ക് അങ്ങനെ വൈൻഡ് അപ്പ് ചെയ്താലോ? ഓക്കെ, ബൈ.
ഇതിങ്ങനെ ഇട്ടിട്ടേ ഇതിങ്ങനെ ഇട്ടിട്ട് അവിടെ ചവിട്ടില്ലേ എന്തിനാടാ ഇങ്ങനെ ക്യാമറ വെച്ചോണ്ട് ഒന്നും കിട്ടില്ല. ആ ഇവര് പറഞ്ഞു ഞാനിങ്ങ് വന്നു. മീന് വരണം. ഓ കലക്കി അപ്വെല്ലിങ് നടക്കും. അപ്വെല്ലിങ് വന്ന ഈ ഒരു PS എടാ നീ ഇത് വീഡിയോ ഇടല്ലേടാ, മൊത്തം ബ്ലീപ്പല്ല ബ്ലൂപ്പായി ബ്ലീപ്പായി. എടാ അതിനെങ്കിലും പിടിയടാ, വീഡിയോക്ക് ഒരു കളർ ആവട്ടെ. പാമ്പല്ലല്ലോ, നീർക്കോലി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? എനിക്കും അറിഞ്ഞു എന്ത് ചെയ്യാം? എന്ത് ചെയ്യാം? എന്ത് ചെയ്യണോ അല്ല പറ, എന്ത് ചെയ്യാം? ഇനി എന്ത് ചെയ്യാം നമുക്ക്? നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായം പറയൂ. അതുകൊണ്ട് ഒരുത്തൻ നിൽക്കണം, അവനോട് ചോദിക്കുക. അതുകൊണ്ട് ഫിഷ് മാസ്റ്റർ ഇത് മെമ്പേഴ്സ് ഉള്ള ഈ വീഡിയോ ആക്കാം. മെമ്പേഴ്സ് ഉള്ള ഈ വീഡിയോ ആണത്. അപ്പോൾ ഗൈസ്, ഇപ്പോൾ റീലിലൊക്കെ ട്രെൻഡിങ് ആയിട്ട് വന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. മൈസൂർ പാക്ക് തിളച്ച പാലിലൊഴിച്ച് കലക്കി കുടിക്കുന്ന ഒരു മിക്സ് ചെയ്ത് കലക്കി കുടിക്കുന്ന ഒരു സാധനം. അതിന്റെ പേരറിഞ്ഞൂടാ, അതുകൊണ്ടാണ് നമ്മൾ എങ്ങനെയൊക്കെ ഏറ്റെടുക്കാന്നുള്ളതിന്റെ ഒരു തീവ്ര. അപ്പൊ അത് നമുക്ക് ട്രൈ ചെയ്തു. രണ്ടെണ്ണേ വാങ്ങുന്നുള്ളൂ, ഷുഗർ കട്ടായോ. ട്രൈ ചെയ്തോ. 2 മൈസൂർ മിൽക്ക്. നമ്മൾ കഴിക്കുന്ന മൈസൂർ പാക്കല്ല, ഒരു കളർ വ്യത്യാസമുണ്ട്. ഒരു ബ്രൗണും ഓറഞ്ചും കൂടെ ചേർന്ന ഒരു സാധനം. അപ്പോൾ അതാണ്ട് കലക്കുന്നു, ഭായിമാർ നല്ല രീതിയിൽ കലക്കുന്നു. അത് അപ്പോൾ ഗൈസ് ഇതൊന്ന് കുടിച്ചു നോക്കാം. പായസത്തിന്റെ മണം, രുചി രുചി പായസത്തിന്റെ രുചി. എടാ അങ്ങനെ ഭയങ്കര മധുരമൊന്നുമില്ല, കുടിക്കാൻ പറ്റാത്ത മധുരമൊന്നുമില്ല. നമ്മൾ മറ്റേ പാൽപ്പായസം കുടിക്കണ ഒരു രുചി. ചായയുടെ പഞ്ചാര ഇത് മറ്റേ പായസം കുടിച്ച പോലെ ഉണ്ട്. ഒരു സേമിയ പായസം ആ ഇത് വലിയ മധുരമല്ല, ഞാൻ കേട്ടത് ഭയങ്കര മധുരമാണെന്നാണ്. പക്ഷെ അത്ര മധുരം. പായസം കുടിച്ച ഒരു തവണ ട്രൈ ചെയ്യാൻ പറ്റിയ സാധനം. വലിയ സംഭവമല്ല, ഹൈപ്പിനൊത്ത് വലിയൊരു സംഭവമല്ല.